മാം, ഞാനേ ഈയിടെ പാത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോ കണ്ട ഒരു ഇതാട്ടോ. പാത്തോളജിസ്റ്റിനെ അവര് ഡോക്ടേഴ്സ് ഡോക്ടർ എന്നാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും അപ്പൊ ഞാനും ഇത് വിചാരിക്കുകയായിരുന്നു. ഒരു പാത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറിന്റെ അടുത്ത് നമ്മൾ ഒരു അസുഖം കൊണ്ട് പോകുമ്പോൾ ഡോക്ടർ ഇതായിരിക്കാം അസുഖം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറെ ടെസ്റ്റുകൾ പറയും. നമ്മൾ അതേസമയം ഒരു ലാബിൽ പോയി അത് അവിടെ നിന്നാണ് ഒരു പാത്തോളജിസ്റ്റ് ആണ് കൺഫേം ചെയ്യുന്നത് എന്താണ് അസുഖം എന്ന്. അതൊരു വലിയൊരു സംഭവം അല്ലെ, ഡോക്ടേഴ്സ് ഡോക്ടർ എന്നൊക്കെ പറയുമ്പോ. അതെ, എന്തിൽ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർ ആയാലും ഫൈനലി ദേ ഹാവ് ടു കം ടു എ പാത്തോളജിസ്റ്റ് അല്ലെ, നിങ്ങളല്ലേ കൺഫേം ചെയ്ത് കൊടുക്കുന്നത്. എന്തായിരിക്കും മാമിന് ഈ പ്രൊഫഷനിലേക്ക്, പ്രത്യേകിച്ച് ഈ സ്പെഷ്യലൈസേഷനിലേക്ക് വരാനൊരു +2 കഴിഞ്ഞിട്ട് അന്ന കാലത്ത് പ്രീ ഡിഗ്രിയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് നേരെ MBBS-ന് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ചേർന്നു. അത് കഴിഞ്ഞപ്പോൾ MBBS കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഗൈനക്കോളജി ആയിരുന്നു. ഗൈനക്കോളജിസ്റ്റ് ആവണമെന്ന് നേരെ PSC കിട്ടി. ചിറ്റൂർ ഹോസ്പിറ്റലിൽ തന്നെ ജോയിൻ ചെയ്തു. അവിടെ എത്തിയപ്പോൾ അന്നൊന്നും ഒരു സൗകര്യവും ഇല്ല. പ്രസവത്തിന് വന്നാൽ നമുക്ക് പറ്റുകയാണെങ്കിൽ നമ്മൾ എടുക്കുക, ഗൈനക്കോളജിസ്റ്റ് ആണെങ്കിൽ രാത്രി ഇല്ല. അപ്പം നേരെ പാലക്കാട്ടേക്ക് 16 കിലോമീറ്റേഴ്സ് വിടണം. അപ്പോൾ ഒരിക്കൽ 2 പ്രാവശ്യം എനിക്ക് നല്ല ബുദ്ധിമുട്ടായി. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയും, പ്രസവം കുട്ടി വന്നിട്ടില്ല, കുട്ടി വരില്ല എന്ന് ഓൾമോസ്റ്റ് ഉറപ്പായിരുന്നു. പക്ഷെ അവരെ കൊണ്ടുപോകാൻ ആരുമില്ല. അങ്ങനെ ഞങ്ങൾ ഒരു ഓട്ടോറിക്ഷ, അന്ന് ഓട്ടോറിക്ഷ ഇല്ല, കാറൊക്കെ അറേഞ്ച് ചെയ്തിട്ട് പാലക്കാട്ടേക്ക് വിട്ടു. ഇത്രയും സ്ട്രെയിൻ എടുക്കാൻ പറ്റില്ല എന്നായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എല്ലാ സബ്ജക്ട്സും ഇഷ്ടമാണ് എക്സെപ്റ്റ് സൈക്യാട്രി ആൻഡ് അനസ്തീഷ്യ. അപ്പൊ ഏത് കിട്ടിയാലും ഞാൻ പഠിക്കുന്നു വിചാരിച്ചു. പിന്നെ പെത്തോളജിക്ക് കിട്ടി. അങ്ങനെ അപ്പൊ മാം ആരെങ്കിലും ആ ടൈമില് പാത്തോളജിസ്റ്റിനെ വല്ല പരിചയം ഉണ്ടായിരുന്നോ മാമിന്? അങ്ങനെ കണ്ടിട്ടുണ്ടോ? പെത്തോളജിസ്റ്റിനെ കണ്ടില്ല. അന്ന് പാലക്കാട് പെത്തോളജിസ്റ്റ് ഇല്ല. ഇല്ല. പെത്തോളജിസ്റ്റ് ഇല്ല. നമുക്ക് പെത്തോളജി പക്ഷെ നമ്മൾ പഠിക്കുന്ന കാലത്ത് തന്നെ അതിനോടൊരു സ്നേഹം തോന്നും, ആ. നന്നായിട്ട് തോന്നും. ഓ. പക്ഷെ ഓൺലി തിങ് പെത്തോളജിസ്റ്റിന് ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ എല്ലാ സബ്ജക്ട്സിനെ പറ്റിയും പഠിക്കണം. ഇപ്പൊ ഈ പീഡിയാട്രിക്സ് ആണെങ്കിൽ പീഡിയാട്രിക്സ് മാത്രം പഠിച്ചാൽ മതി, ഗൈനക്കാണെങ്കിൽ ഗൈനെ പഠിച്ചാൽ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അനസ്തീഷ്യയും സൈക്യാട്രി ഒഴികെയുള്ള എല്ലാ സബ്ജക്ട്സിന്റെയും A to Z ഞങ്ങൾക്ക് അറിയണം. അപ്പൊ നിറയെ പഠിക്കാനുണ്ട്. എല്ലാരും പറഞ്ഞു പഠിക്കാൻ നിറയുണ്ട്, പക്ഷെ നല്ല രസമുള്ള ഒരു കാര്യമാണ്. ഞാൻ വായിച്ചത് തെറ്റിയില്ല, ഡോക്ടേഴ്സ് ഡോക്ടർ അല്ലേ? ഒരു ഡോക്ടേഴ്സ് പഠിക്കുന്നതിനെക്കാട്ടും മേലെ പഠിക്കുകയും കൂടെ വേണം. മാത്രല്ല മാം ഇപ്പൊ പറഞ്ഞു വന്ന് വെച്ചപ്പോ മാം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു തുടക്കം മുതലേ അല്ലെ, നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് ലൈഫ് ലീഡ് ചെയ്യുന്ന, അത് ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു അല്ലെ ചെറുപ്പത്തിലെ? എനിക്ക് ആദ്യം ചെറുപ്പത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ 10ാം ക്ലാസ് വരെ ഞാൻ നല്ല അടിച്ചു പൊളിച്ച് ജീവിച്ച ഒരു പെൺകുട്ടിയാണ്. ഗൈഡ്സിലൊക്കെ ചേർന്ന് അങ്ങനെ ആയതാണ്. സെന്റ് മേരീസ് കോളേജിൽ ചേർന്നപ്പോഴാണ് എനിക്ക് എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ അതൊരു നല്ലൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു കോളേജ്, സെന്റ് മേരീസ് കോളേജിൽ അവിടുത്തെ ഹോസ്റ്റലിൽ ചേർന്നത്. പിന്നെ അങ്ങനെ അന്ന് തൊട്ട് ഒരു ഡിസിപ്ലിൻ ലൈഫാണ് ഇന്ന് വരെ. മെഡിക്കൽ കോളേജിൽ അങ്ങനത്തെ വല്ല മെമ്മറീസ് ഉണ്ടോ മാമിന്? മറക്കാൻ പറ്റത്തില്ലാത്ത പോലെ മാമിന് പെട്ടെന്ന് മാമിന്റെ ആ ഒരു കോളേജ് ഡേയ്സ് ഓർമ്മ വരുമ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്ന എന്തെങ്കിലും? കോളേജിൽ വെച്ച് ഞാൻ അത്യാവശ്യം നന്നായിട്ടൊക്കെ പഠിക്കുകയായിരുന്നു. പക്ഷെ അതേ സമയത്ത് എന്തെങ്കിലും സമരമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സമരത്തിനൊക്കെ ഞങ്ങൾ മുന്നിൽ നിൽക്കും. അങ്ങനെ ഞങ്ങളുടെ വൈസ് പ്രിൻസിപ്പലിനെ ഗരാവോ ചെയ്തിട്ടുണ്ട് രാവിലെ. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെതായ പരീക്ഷ പോയി എഴുതിയിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെരി നൈസ്, ഓൾ റൗണ്ട്. അതെ അതെ. ഇപ്പൊ നമ്മുടെ ഈ സാധാരണ പഠിക്കുന്ന പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ പഠിത്തം മാത്രമായിരിക്കും. ഇപ്പം ഇപ്പോഴാണ് ഞാൻ ആ ട്രെൻഡിൽ കുറച്ച് മാറ്റം വരുന്നത്. മാം അന്നത്തെ കാലത്തിന്റെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിയൊന്നും ഇല്ല. നന്നായിട്ട് എല്ലാ പാർട്ടിയിലെ ആൾക്കാർക്കും ഒരു പ്രത്യേകിച്ച് കൊടയുടെ കീഴിലൊന്നുമല്ല, കൊടിയുടെ കീഴിലൊന്നും അല്ല. നമുക്ക് ഇഷ്ടമുള്ള മാതിരി നമ്മൾ ഇതാക്കാന്നുള്ളതാണ്. പക്ഷെ എല്ലാത്തിലും ഞങ്ങൾ പങ്കെടുക്കും. ഞാൻ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആ ട്രേറ്റ് മാമിന്റെ ഉണ്ടെന്ന്. മാം എന്തിലൊക്കെയാണ് കുറെ ക്ലബ്സിൽ മെമ്പേഴ്സ് അല്ലേ മാം? ഇഷ്ടംപോലെ. മാമിന്റെ തന്നെ ഒരു കൗണ്ട് ഉണ്ടോ എത്ര ക്ലബിന്റെ മെമ്പർഷിപ്പും? പിന്നെ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീ കോവിഡ് ആൻഡ് പോസ്റ്റ് കോവിഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രീ കോവിഡിൽ ഞങ്ങൾ ഡെയിൻ ഡയഗ്നോസ്റ്റിക്സ് തുടങ്ങിയിട്ട് നമ്മൾ ഡെയിനിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത്, ആൻഡ് വി വർ വെരി ഹാപ്പി. എന്താണോ വാട്ട് എവർ വി ആർ ഗെറ്റിംഗ് നമ്മൾ വിചാരിക്കും ഓക്കെ ഇത് മതി, ഇതാണ് ലോകം, കൂപമണ്ടൂകം എന്നൊക്കെ പറയില്ലേ, അതുമാതിരിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിലാണ് എന്നെ ദീപ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടാണ്, BNA എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട് എന്ന് പറയാം. BNAയിൽ പോയപ്പോഴാണ് അറിഞ്ഞത് എങ്ങനെയാണ് നമുക്ക് വളരേണ്ടത്, എങ്ങനെ എന്തൊക്കെ ചെയ്താലേ വളരാൻ പറ്റുമോ എന്നുള്ളത്. അത് കഴിഞ്ഞപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലാക്കി നെറ്റ്വർക്കിംഗ്. അതിനു മുമ്പ് ഞാൻ ടോസ്റ്റ് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണത്തിൽ ചേർന്നിരുന്നു. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ഓർഗനൈസേഷൻ, നോൺ ഡോക്ടർ ഓർഗനൈസേഷൻ. അതുവരെ എനിക്ക് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് മാത്രമേ ഒരു ബന്ധം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നിറയെ ഫ്രണ്ട്സ്
റിലേറ്റീവ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ദിസ് ഈസ് ഓക്കെ എന്നങ്ങനെ വിചാരിച്ചിരുന്നത്. ടോസ്റ്റ് മാസ്റ്റർ ആണ് ആദ്യത്തെ എന്റെ ഒരു എന്താ പറയാ നല്ല സുഹൃത്ത്. ഓ അവിടെയുള്ള എല്ലാവരും എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. മാം ഈ പ്രീ കോവിഡ് പോസ്റ്റ് കോവിഡ് മാം ആ. ഇതൊരു നല്ല യൂസേജ് എന്താന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരുടെ ജീവിതത്തിൽ കുറെ ചേഞ്ചസ് വന്നതാണ് ആ കോവിഡിന് മുമ്പേയും കോവിഡ് കഴിഞ്ഞിട്ടും ഉള്ളൊരു സ്റ്റേജ്. അപ്പം ഇതില് മാം ഈ ഡെയിൻ ആസ് സച്ച് എങ്ങനെയാണ് കുറെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ? ബിക്കോസ് എനിക്ക് ആ ടൈമിൽ ഓർമ്മയുണ്ട് നമ്മളൊക്കെ RT-PCR എല്ലാം ചെയ്യാൻ ഡെയിൻ മാത്രമായിരുന്നു ഞങ്ങളുടെ ഏക ആശ്രയമായിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു സമയത്തിനെ മാം എങ്ങനെ ഹാൻഡിൽ ചെയ്തു? എന്നുവെച്ചാ ഞങ്ങളുടെ ബേസിക്കലി ഞാനും എൻ്റെ ഫ്രണ്ട് ഡോക്ടർ സുഷമയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഡെയിൻ ഡയഗ്നോസ്റ്റിക്സ് തുടങ്ങിയത്. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ഒരു കൊല്ലത്തിൽ ഒരു വൺസ് ഇൻ എ ഇയർ നമ്മൾ എന്തെങ്കിലും പുതിയൊരു സബ്ജക്റ്റ്, പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പുതിയൊരു ടെസ്റ്റ് പാലക്കാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഡ്യൂറിങ് ദാറ്റ് ടൈം ഞാനൊരു ഹോസ്പിറ്റലായിട്ട് അറ്റാച്ച്ഡ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ അവിടെ നമ്മൾ കാണും ICUസിലൊക്കെ കുറേ വയസ്സായവർ വന്ന് കിടക്കും, കുറേ ചുമയ്ക്കും, അല്ലെങ്കിൽ അറിയില്ല, അൺകോൺഷ്യസ് ആയി കിടക്കും. നമുക്ക് അന്ന് പരിമിതികളുണ്ടായിരുന്നു. അപ്പോഴാണ് മോളിക്കുലർ ഡയഗ്നോസ്റ്റിക്സിനെ പറ്റിയിട്ട് നമ്മളിങ്ങനെ കേൾക്കണം. അപ്പോൾ അതിനെപ്പറ്റി വായിച്ചു. അപ്പോൾ ഇങ്ങനെ ഞാൻ സുഷമയും കൂടി ഡിസ്കസ് ചെയ്തു, നമുക്ക് എന്തുകൊണ്ട് ഒരു മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി തുടങ്ങിയാൽ പോരെ പാലക്കാട്. സപ്പോർട്ട് ചെയ്യുമായിരിക്കും മെല്ലെ മെല്ലെ. ബിക്കോസ് ഞങ്ങൾക്ക് എപ്പോഴും ഒരു സ്റ്റാർട്ടിങ് ടേബിൾ ഉണ്ട്. എന്ത് തുടങ്ങിയാലും ആദ്യത്തെ 1-2 കൊല്ലമൊക്കെ മെല്ലെ ആവുള്ളൂ, പിന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പോൾ സുഷമയും പറയുന്ന ശരി നമുക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ മോളിക്കുലർ ഡയഗ്നോസ്റ്റിക്സ് ലാബിന് വേണ്ട ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഓർഡർ ചെയ്ത് അപ്പോൾ ഏറ്റവും എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു റെസ്പിറേറ്ററി പാനൽ എന്ന് പറഞ്ഞിട്ടൊരു ഇത്. എന്നുവെച്ചാൽ നമുക്ക് ചുമ വരുന്നു. ചുമ ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു വൈറസ് വരാം, ബാക്ടീരിയ വരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചുമ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഡോക്ടർമാരെന്താ ചെയ്യുക, ഒരു എക്സ്റേ എടുക്കും, ഒരു സ്പൂട്ടം നോക്കും, അതിൽ അല്ലെങ്കിൽ ഒരു ബ്ലഡ് കൾച്ചർ ചെയ്തോടുകൂടി കഴിയും. നേരെ മറിച്ച് ഈ സ്പൂട്ടത്തിനെ തന്നെ നമ്മളൊരു മോളിക്കുലർ ഡയഗ്നോസ്റ്റിക്സ് ലെവലിൽ നോക്കി റെസ്പിറേറ്ററി പാനൽ കുറേ വൈറൽസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, കുറേ ബാക്ടീരിയ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, കാരണം കണ്ടുപിടിക്കാം. എക്സാക്ട് കാരണം എക്സാക്ട് ഇന്ന കാരണമാണ്, നിങ്ങൾക്ക് ഇന്ന കാരണം കൊണ്ടാണ് ഇപ്പൊ അസുഖം ഉണ്ടായത്. ഇപ്പൊ ഇന്നലെ ഒരു സ്ത്രീ മരിച്ചതിന്റെ പറ്റിയൊക്കെ പേപ്പറിൽ കണ്ടു. അതിലൊരു അസിനിറ്റോ ബാക്ടർ എന്നുള്ളൊരു ബാക്ടീരിയ കൊണ്ടാണ് അവർക്ക് ഇത്രയും പ്രശ്നം. അപ്പൊ അതേമാതിരിയുള്ള റെയർ അസുഖങ്ങൾ നമുക്ക് പാലക്കാട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്നാ അത് വെച്ച് തുടങ്ങാന്ന് പറഞ്ഞിട്ടാ തുടങ്ങി നമുക്ക് അങ്ങനെ നമ്മളുടെ ട്രയലൊക്കെ നടക്കുമ്പോഴാണ് കോവിഡ് എന്നുള്ളത് വന്നത്. അപ്പൊ ഇതേ ഇൻസ്ട്രുമെന്റ്സ് ആണ് കോവിഡ് എന്നുള്ള വൈറസിനെ ഐഡന്റിഫൈ ചെയ്യാൻ. അങ്ങനെ ഞങ്ങള് കോവിഡ് തുടങ്ങി. വി വർ ദ ഫസ്റ്റ് ലാബ് ടു സ്റ്റാർട്ട് ഇൻ കേരള. എക്സാക്ട്ലി. പിന്നെ ഞങ്ങൾക്ക് അഡ്വർടൈസ് ചെയ്യാൻ അങ്ങനെ അറിയില്ലായിരുന്നു, ഓക്കെ. പേപ്പറിൽ കൊടുക്കണം അങ്ങനെ. അതുകൊണ്ട് വേറൊരു ലാബിന് കിട്ടിയപ്പോ ഞങ്ങളുടെ പേരും കൂടി അവർ എഴുതി. ഓ അതാണ് അതിൽ പക്ഷെ നമ്മൾ ആ സമയത്ത് ഗൗരി മാം ഡെയിൻ ഡയഗ്നോസ്റ്റിക്സ് തന്നെയാണ് നമ്മൾ ഫ്രീക്വന്റ് Correct. കേട്ടുകൊണ്ടിരുന്നത്. ടെക്നോളജി മാം പറഞ്ഞു വന്നപ്പോ മാമിന് കുറച്ച് മുമ്പത്തെ ടെക്നോളജിയും ഇപ്പൊ ഡെവലപ്പ് ആയതുകൊണ്ടിരിക്കുന്ന ടെക്നോളജി നന്നായിട്ട് അറിയണ്ടാവും. എന്താ മാം കണ്ടുകൊണ്ടിരിക്കുന്ന ചേഞ്ചസ്? നിങ്ങളെ വർക്കിന് അത് ഹെൽപ്പ് ചെയ്യും? ഞങ്ങളുടെ വർക്കിന് ഇപ്പൊ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ഒരു സെമി ഓട്ടോമാറ്റിക് അനലൈസർ, അന്ന് അതാണ് നമ്മളുടെ ഇൻവെസ്റ്റിഗേഷനിൽ തുടങ്ങണം. ബാക്കിയെല്ലാം മാനുവൽ ആയിരുന്നു. അപ്പൊ മാനുവലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യണതിന്റെ ഓരോരുത്തരും ഇൻഡിവിജ്വൽ വേരിയേഷൻ വരുമല്ലോ മാനുവൽ ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മള് സെമി ഓട്ടോമാറ്റിക് അനലൈസർ വെച്ച് ചെയ്തു. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി, ഇപ്പൊ ഞാൻ പിപ്പറ്റ് ചെയ്യുമ്പോഴും രഞ്ജു പിപ്പറ്റ് ചെയ്യുമ്പോഴും ഗോപിയ പിപ്പറ്റ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മുടെ ആ ഫോഴ്സ് അനുസരിച്ചിട്ടുള്ള വോളിയം വ്യത്യാസം വരും. അപ്പൊ റിസൾട്ട് വേരി ചെയ്യും. അതുകൊണ്ട് ഞങ്ങള് ഓട്ടോമാറ്റിക്കിലേക്ക് മാറി. ഓട്ടോമാറ്റിക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണ് ആവശ്യം ഇപ്പോഴത്തെ കാര്യം. പക്ഷെ ഓട്ടോമാറ്റിക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ സഫീഷ്യന്റ് സാമ്പിൾ വേണം, ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. അങ്ങനെ അതിന് കുറെ ഡിമെറിറ്റ്സ് ഉണ്ട്. പക്ഷെ നമ്മളുടെ ഹ്യൂമൻ എറേഴ്സ് നന്നായിട്ട് അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഇത് accurate ആയിട്ട് കിട്ടും. വെരി നൈസ്. അതുകൊണ്ടാണ് ഹോസ്പിറ്റൽസിലൊക്കെ പോകുമ്പോൾ ആക്ച്വലി സാമ്പിള് ആ. അവര് ഇനഫ് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പല ടെസ്റ്റിനും പോകുമ്പോ ഇപ്പൊ മാം പറഞ്ഞ പോലെ ഈ ഭാഗം പല പേഷ്യൻസിനും റിലേറ്റീവ്സിനും അറിയില്ല. അവർ ചോദിക്കുമ്പോൾ എന്താ ഇത്ര പോരെ, വൈ നോട്ട് എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് അതിന്റെ റിയൽ ആൻസർ ടു ഇറ്റ്. യു നീഡ് സഫിഷ്യന്റ് സാമ്പിൾ, ആക്യുറേറ്റ് റിസൾട്ട് കിട്ടാൻ. വെരി നൈസ് കേട്ടോ. അതെ അതെ മാം. ഗൗരി മാം ഇപ്പൊ പറഞ്ഞു കുറേ അസോസിയേഷൻ പിന്നെ ക്ലബ്സിന്റെ ഒക്കെ മെമ്പറാ. മാമിന്റെ ഒരു ലൈഫ്, ഒരു ഡേ എങ്ങനെയാ തുടങ്ങുന്നത്? എങ്ങനെയാണ് ടിൽ ഈവനിങ് ഒന്ന് ഞങ്ങളിങ്ങനെ അതിന്റെ കൂടെ ഒന്ന് ഓടിക്കാൻ പറ്റുമോ?
ബേസിക്കലി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് എൻ്റെ ഒരു ലൈഫിനൊരു ചിട്ട വേണമെന്ന് പറഞ്ഞത്. അന്ന് 5 മണിക്ക് ഞങ്ങൾ എഴുന്നേൽക്കും, 11 മണി വരെ പഠിക്കുക. അപ്പോൾ 16 അവേഴ്സ് ഡേ അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അതന്നെ മെഡിക്കൽ കോളേജിൽ പോകുമ്പോഴും 5 മണിക്ക് എണീക്കുക എന്നുള്ളതും എല്ലാറ്റിനും. പിന്നെ അത് കഴിഞ്ഞ് ജോലിക്ക് വരുമ്പോഴും വീട്ടിൽ ഒരു അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാനും അടുക്കള ജോലി ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾക്കും എന്തായാലും വീട്ടിലെല്ലാവരും 5 മണിക്ക് എണീക്കും, ഇൻക്ലൂഡിങ് മകൻ. എണീക്കണം എന്ന് നിയമമായിരുന്നു, 5 മണിക്ക് എഴുന്നേക്കുമായിരുന്നു 11 മണി വരെ. ഇന്നും ആ 5 to 11 ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഓരോ പ്രയോറിറ്റൈസ് ചെയ്യും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷെ എനിക്ക് എല്ലാറ്റിനും സമയമാണ്, എല്ലാറ്റിനും ഞാൻ ഡിസിപ്ലിൻ സമയം വെക്കും. വെരി നൈസ്. 5 മണിക്ക് എണീറ്റ് മിനിറ്റ് ഇങ്ങനെ ചെയ്യണം, 7 മണിക്ക് ഇന്ന ചെയ്യണം, 8 മണിക്ക് ചെയ്യണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതൊന്ന് പേപ്പർ വായിക്കുക. ഡെയിലി പേപ്പർ വായിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്ഥിരമായിട്ട് പേപ്പർ വായിച്ചതിന് ശേഷം വരുള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് പോകുമ്പോൾ ഒരു ഊണ് കഴിക്കാൻ പോകും, ഒരു 1 hour ഇവിടുന്ന് പോകും. അപ്പോൾ പോയിട്ട് ഒന്ന് ന്യൂസ് കേൾക്കുക, അതിൻ്റെ കൂടെ ഏതെങ്കിലും സിനിമയുടെ കുറച്ച് ബാക്കി കാണുക. രാത്രി അതേമാതിരി ഒരു സിനിമ കാണുക എന്നുള്ള, ഫുൾ സിനിമ കാണാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു സിനിമയുടെ പകുതിയോ അങ്ങനെ എന്തെങ്കിലും കണ്ട് 11 ഞാൻ കിടന്നോളൂ. ശരിക്കും ഒരു ചിട്ട ഒരു ലൈഫിൽ കൊണ്ടുവരുമ്പം മാം ഒരു വലിയ നല്ല എക്സാമ്പിൾ ആണ്. പ്രൊഫഷണൽ ലൈഫ്, പേഴ്സണൽ ലൈഫ്, അതുപോലെ എന്റർടൈൻമെന്റ് എല്ലാം ഒരുമിച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള. മാമിന് ഒരു ഡയറി ഒക്കെ ഉണ്ടാവും, ഒരു പ്ലാനർ പോലെയൊക്കെ ഉണ്ടാവും. ഇത് എന്തൊക്കെയുണ്ട് പ്ലാനർ എന്നൊക്കെ പറഞ്ഞ് ഇല്ല. എഴുതി ഇപ്പൊ വെക്കും. കുറച്ചായിട്ട് ഞാൻ കുറെ കാര്യങ്ങളൊക്കെ ഒന്ന് ഗൂഗിൾ കലണ്ടറിൽ നോട്ട് ചെയ്യും. ഉം. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലുണ്ട് 5 മണിക്ക് 5:15 എണീറ്റ് ഞാൻ 1 hour നടക്കും കേട്ടോ. Wow. ആ 1 hour നടക്കും, അത് ചെയ്യും. പിന്നെ എല്ലാം ഇഷ്ടാ. ബേസിക്കലി ഐ എൻജോയ്. ഈവൻ ദോ എനിക്ക് അത്രയ്ക്ക് കഴിവൊന്നും ഇല്ലെങ്കിലും പാട്ട്, ഡാൻസ് അതിനൊന്നുമില്ലെങ്കിൽ എല്ലാം ഞാൻ എൻജോയ് ചെയ്ത് അവരുടെ കൂടും. അതാണ് ആ സ്പിരിറ്റ്. അതെ. സ്മാർട്ട്. അതും 5 to 11 എവറി ഡേ പറഞ്ഞ ആൾക്കാരൊക്കെ ഒരു പേടിക്കുന്ന റുട്ടീൻ. അത് മാം അത്ര ഈസി ആയിട്ട് ചെയ്ത് കാണിക്കും. എക്സെപ്റ്റ് സൺഡേ കേട്ടോ. അതാണ് ചോദിക്കാൻ വേണ്ടി വന്നത്. സൺഡേ സൺഡേ എങ്ങനെയാ വെച്ചാൽ ഞാൻ 7:30 വരെ ഉറങ്ങണം എന്നാണ് എൻ്റെ Very ഒരു nice. ആവശ്യം. ഓൾമോസ്റ്റ് 7:30 വരെ എന്തായാലും ഉറങ്ങും. പിന്നെ സൺഡേ ഞാൻ അടുക്കളയിൽ കയറാൻ മടിക്കും. അപ്പൊ എന്തെങ്കിലും തലേ ദിവസത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരെണ്ണമൊക്കെ വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒപ്പിക്കും. സൺഡേ ഐ വാണ്ട് ടു റിലാക്സ്. സൺഡേ ഒരു ഫുൾ ഡേ, അല്ലെങ്കിൽ സാറ്റർഡേ വൈകുന്നേരം ഒരു ഫുൾ സിനിമ കാണും. ഓ വെരി നൈസ്. ഒരു അതാ ഫുൾ പറഞ്ഞപ്പോ സിനിമ കാണണം എന്നൊരു ഭയങ്കര ഇതാണ്. ആ അതിങ്ങനെ എന്താ പറയാ, അടിപ്പടങ്ങൾ കാണാനാ ഇഷ്ടം. പണ്ടത്തെ അല്ലാതെ കോളേജ് സങ്കടങ്ങൾ കാണാൻ ഇഷ്ടമില്ല. അങ്ങനത്തെ കാണാൻ ഇഷ്ടമില്ല. പിന്നെ നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ലല്ലോ, കുറേ അട്രോസിറ്റീസ് ഒന്നും കണ്ടപ്പോ നമുക്കൊന്നും അറ്റ്ലീസ്റ്റ് സിനിമയിലൂടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, അവരെങ്കിലും പ്രതികരിക്കുന്നുണ്ടല്ലോ. അതെ അതെ അതെ. അതൊരു എ- situation. എല്ലാം ഇങ്ങനെ ഒരേ ഇതില് ചെയ്യുന്ന, ഇങ്ങനെ എന്താ പറയാ, പൊക്കി പറയല്ല, പക്ഷെ ഇങ്ങനെ എല്ലാം ചെയ്യുന്ന ഒരാളെ ഞങ്ങള് ഇപ്പം ആദ്യമായിട്ടാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. എല്ലാം ഓൾ എന്നൊക്കെ പറയുന്ന ആ എനർജിന്ന് ഞങ്ങൾക്കും കുറച്ച് സ്പിരിറ്റ് കിട്ടും. കുറച്ച് ദിവസത്തേക്ക് കാര്യായിട്ട്. ഇത് കാണുന്ന വ്യൂവേഴ്സിനും തോന്നും യെസ് വി ക്യാൻ ഡു ഇറ്റ് 5 to 11. അതെ അതെ. മാം, ഈ മാമിന്റെ ഒരു റീല് കണ്ടപ്പം ഞാൻ അതിൻ്റെ അകത്ത് കണ്ടിരുന്നു ദാറ്റ് നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോ ഇപ്പൊ കുറച്ച് നമ്മള് ഉം. റെഡി ആണോ, നമ്മുടെ ഹെൽത്ത് വൈസ് നമ്മൾ റെഡി ആണോ. എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ പത്രത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ കുറേ യങ് ആയിട്ട് എന്ന് പറഞ്ഞാൽ മിഡിൽ ഏജ് ഒക്കെ ഉള്ള ഒരു 20 to 40 ഇയേഴ്സിന്റെ ഒക്കെ ഇടയിലുള്ള കുറേ പേരും ചിലർ കുഴഞ്ഞു വീണ് മരിക്കുന്നു, ജിമ്മില് മരിക്കുന്നു. അപ്പൊ ഇത്ര ഹെൽത്തി ഫിറ്റ് ബോഡി ആയിട്ട് പോലും വൈ ഈസ് ഇറ്റ് ഹാപ്പനിങ്? ഇപ്പം അത് റീസെന്റ് അതെന്താന്ന് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജിമ്മിൽ പോകുമ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പൊ കുറെ കാലമായിട്ട് 1 hour എവറി ഡേ ഞാൻ നടക്കും. ഓൾമോസ്റ്റ് 5 days, സൺഡേ ഒഴികെയുള്ള ഒരുവിധം എല്ലാ ദിവസവും 1 hour നടക്കും, ഇല്ലെങ്കിൽ ഹാഫ് ആൻ അവർ എന്തായാലും നടക്കും. അപ്പൊ നമ്മൾ നമ്മുടെ ബോഡി അതിനെ അഡ്ജസ്റ്റഡ് ആവുള്ളൂ. നാളെ ഞാനൊരു 21 കിലോമീറ്റർ നടക്കാൻ വേണ്ടിയിട്ട് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബോഡിക്ക് താങ്ങാൻ പറ്റില്ല. ബിക്കോസ് ഓക്സിജൻ വേണമല്ലോ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബ്രെയിൻ ഓക്സിജൻ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ 3 minutesന്റെ ഉള്ളിൽ ബ്രെയിൻ ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ കൊളാപ്സ് ചെയ്യും. അപ്പൊ നമ്മൾ എക്സേർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഓക്സിജൻ അവൈലബിലിറ്റി കുറവാകും നമ്മൾ എക്സേർട്ട് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ജിമ്മിലൊക്കെ പോണതിന് മുമ്പ് വേണമെങ്കിൽ ഒരു ത്രെഡ്മീലൊക്കെ എടുത്തോളൂ, ഒരു എക്കോ ചെയ്തോളൂ. അങ്ങനെ ചെയ്ത് പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ ഒരു ലൈപ്പിഡ് പ്രൊഫൈല്, കൊളസ്ട്രോൾ കൂടുതലുണ്ടോ അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോൾ ആണോ, ഏതാണ് കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ടൊരു, ആൻഡ് ഏജ് ഓൾസോ. ഇപ്പൊ ഒരുവിധം എല്ലാ അസുഖവും വരിക 35 to 45 ആ സമയത്താണ് മെല്ലെ ഇവൻ സ്റ്റാർട്ട് ചെയ്യുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് സെറ്റിലാവും, നമ്മൾ കുറേ ഭക്ഷണം കഴിക്കും, അത്രയും നമ്മൾ കളയില്ല. അങ്ങനത്തെയൊക്കെ ആകുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ ശരിക്കും ഐഡിയലി നമ്മൾ അതേമാതിരി ജിമ്മും പോവുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ ജിമ്മുമായിട്ട് എനിക്ക് അത്ര
എക്സ്പോഷർ ഇല്ല. ഞാനിപ്പോ ഒരു വർക്കൗട്ടിന് പോകുന്നുണ്ട്. പക്ഷെ അതൊരു എന്താ പറയാ, നമ്മളുടെ കുറെ ആൾക്കാർ വന്ന് നമ്മളെ പഠിപ്പിക്കണതാ. കുറച്ച് പേര്, ഞങ്ങളെ കുറച്ച് ലേഡീസിനെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതന്നെ ഞാൻ ചിലതൊക്കെ ആകുമ്പോൾ ഞാൻ ചെയ്യില്ല. ബിക്കോസ് ഏജ് ആകുമ്പോൾ മറ്റു കുട്ടികൾക്ക് ചെയ്യണ മാതിരി എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മളുടെ ഹാർട്ടിനെ പറ്റി നമ്മൾ നല്ല ബോധമാണ്. മാം സുംബ ഒക്കെ ചെയ്യാറുണ്ടോ? ആ ഡാൻസ് ഒക്കെ ആ, ചെയ്യാറുണ്ടോ? ഇവിടെ പോയിട്ട് ഇങ്ങനെ ഞാൻ ചെയ്യും.